ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ രാജ്യത്ത് സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും ഒത്തൊരുമയോടു കൂടി കഴിയുന്ന ജനങ്ങളെ ഭിന്നിപ്പിക്കാനും തമ്മിലടിപ്പിക്കാനും വേണ്ടി ബോധത്തോടു കൂടി ചില മനുഷ്യർ ശ്രമിക്കുന്നുണ്ട്. അവരുടെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഈ ലോകത്തിലെ ഏത് പ്രശ്നങ്ങൾ എടുത്താലും അത് ഇന്ന പ്രശ്നമെന്നതില്ല, ഏത് പ്രശ്നങ്ങൾ തന്നെ ആയിക്കോട്ടെ, ആ പ്രശ്നങ്ങൾക്കിടയിലേക്ക് ചില മതസ്ഥരെ വലിച്ചേക്കുകയും അവരെ വളരെ മോശമായിട്ട് മ്ലേച്ഛമായി ചിത്രീകരിക്കുകയും തീവ്രവാദം തിരികെ കയറ്റുകയും ചെയ്യുന്ന ഒരു കാഴ്ച, ദയനീയമായിട്ടുള്ളൊരു കാഴ്ച നമ്മളെല്ലാവരും കണ്ടുവരുന്നുണ്ട്. ഇപ്പം ഷിംജിത എന്ന ഒരു സ്ത്രീ ബസ്സിൽ വെച്ച് മോശമായിട്ട് ഒരാളെ വീഡിയോ വഴി ചിത്രീകരിച്ചു. അതിനെതിരെ ജാതി മത ഭേദമന്യേ എല്ലാവരും പ്രതികരിച്ചതാണ്. സ്ത്രീ പുരുഷ ഞാനടക്കമുള്ള ഒരുപാട് പേർ പ്രതികരിച്ചിട്ടുണ്ട്. അത് ഷിംജിത ചെയ്തത് തെറ്റാണ് എന്ന് തന്നെയാണ് മതങ്ങൾ നോക്കാതെ, ജെൻഡർ നോക്കാതെ ജനങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഇന്നും ആർക്കും സംശയമില്ല. പക്ഷേ ഷിംജിത ഒരു മത തീവ്രവാദിയാണെന്നും അവൾ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും നശിപ്പിക്കാൻ വേണ്ടിയും ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയും ഇറങ്ങി തിരിച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ വളരെ വിഷമം തോന്നുന്നു. എൻ്റെ വീഡിയോക്ക് താഴെ ഒരു പട്ടി വന്ന് കുരച്ചിട്ട് പോയി. വളരെ മോശമായിട്ട്, ഒരു മതത്തെ വളരെ മോശമായിട്ട് അത്രയേ എന്തൊക്കെയാണോ പറയാൻ പറ്റുക അത്രയേറെ പറഞ്ഞിട്ട് അയാൾ അങ്ങ് ചലച്ചങ്ങ് പോയി. ആ പരമനാറിയുടെ പേര് ഓൾസ്റ്റൺ ജോൺ എന്നാണ്. ഇയാൾ ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഷിംജിത പറയുന്നത് അവൾ പന്നി തീട്ടം രാജ്യമുണ്ടാക്കാൻ വേണ്ടി ഒരു പുരുഷനെയല്ല, ഹിന്ദുക്കളായിട്ടുള്ള എല്ലാവരെയും കൊന്നു കളയണം, അതാണ് അവളുടെ ലക്ഷ്യം. ഓ, നിങ്ങൾക്കിത് നേരത്തെ അറിയാമായിരുന്നു എന്ന് തോന്നുന്നു. ഇവളുടെ ലക്ഷ്യം ഇവളിങ്ങനെ കൊല്ലാനാണെന്നുള്ള. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പയ്യൻ്റെ ജീവൻ രക്ഷിക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ലേ? അയാളെ ശരിക്ക് കൊലക്ക് കൊടുത്തത് നിങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. ആദ്യമേ അവളെ പർദ്ദ, അടിമയാണെന്ന് പറഞ്ഞ്, അടിമയുടെ വസ്ത്രമാണെന്ന് പറഞ്ഞിട്ട് അവൾ ഒരുത്തനെ കൊന്നിട്ട്, അവൾ ഒരു ഹിന്ദു പയ്യനെ കൊന്നിട്ട് ജാതി തന്നെ പറയുകയാണ്. ഓള് നിങ്ങളോട് ജാതി പറഞ്ഞോ? ഓളെവിടെയാണ് ജാതി പറയുന്നത്? അവളുടെ, അതായത് അഫ്ഗാനിസ്ഥാൻ വസ്ത്രം എന്നാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിന് പറയുന്നത്. ഓ, നിങ്ങൾക്കായിട്ട് പ്രത്യേക ഭാഷയൊക്കെ ഉണ്ടല്ലേ? അല്ലാതെ ഒരു മതത്തിൻ്റെ വസ്ത്രം വലുതാണെന്ന്, തീവ്രവാദ വസ്ത്രമാണിത്, അത് ഇട്ടോണ്ട് നടക്കുന്നത് ഭൂരിപക്ഷം ആൾക്കാരും തീവ്രവാദികളും, അത് 40 കൊല്ലം 30 കൊല്ലം മുമ്പ് സാരി ഉടുത്ത് നടന്നിരുന്ന മുസ്ലിങ്ങൾ ആണ് ഇപ്പോൾ ഈ മതവസ്ത്രം, തീട്ട വസ്ത്രം, പന്നി വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നത്. അതൊന്നും ആദ്യമേ മനസ്സിലാക്ക്. അന്നേരം തീരാവുന്ന ഉള്ള വിഷയങ്ങൾ ഈ ഭൂമിയിൽ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്ക് എല്ലാം കിഡ്നി ഉള്ളത്, ഹൃദയമുണ്ട്, ലിവറുണ്ട്. അന്ന് ഈ തട്ടമിട്ട് കഴിയുമ്പോൾ ഏതേലും പ്രത്യേകിച്ച് വല്ലതും വരുമോ? തീട്ടം വരൂ, പ്രത്യേകം തീട്ടം. ഈ തട്ടമിട്ട് കഴിയുമ്പോൾ പന്നി തീട്ടമാണോ? ഏത് തീട്ടം? അതിനകത്ത് സ്വർണ്ണത്തീട്ടം വരുമോ? നിങ്ങളൊന്ന് പറ. ഈ തീട്ട വസ്ത്രം ആദ്യം ഉപേക്ഷിക്കാൻ പറ. അന്നേരം അവരുടെ ഉള്ളിലുള്ള വികാരം അവിടുത്തെ വന്നത്. അവൾ പന്നി തീട്ട വസ്ത്രം വിട്ടത്, ഉള്ളിൽ വികാരം പന്നി വസ്ത്രം. ഇയാളിപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? എന്തെങ്കിലും മനസ്സിലാകുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയെങ്കിലും എടുക്കായിരുന്നു. ഇതിപ്പോൾ എന്തൊക്കെയോ വിളിച്ചു അറിയുന്നു, പന്നി തീട്ടം. ഇപ്പം പറയുന്നില്ല. അപ്പം അഫ്ഗാനിസ്ഥാന്, പാകിസ്ഥാന്, ബംഗ്ലാദേശ്, പിന്നെ അത് കഴിഞ്ഞാൽ ഇറാൻ, ഇറാഖ് എന്ന് പറഞ്ഞ് രാജ്യമുണ്ടായാൽ മതവികാരം രാജ്യം പന്നി രാജ്യമാക്കിയിട്ട് രാജ്യം നശിപ്പിക്കുക. ഓ, രാജ്യം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇറാനും ഇറാഖും ബംഗ്ലാദേശും പാകിസ്ഥാനൊക്കെ ഉള്ളത്. മറ്റുള്ളവരെ രാജ്യം എങ്ങനെയാണ് നശിപ്പിക്കാൻ നോക്കി നടക്കുകയാണ്. ചെറുപ്പക്കാരെ കൊല്ലുക, തീവ്രവാദികളെ പോലെ എല്ലാത്തിനെയും കൊന്നൊടുക്കുക, ഇതാണ് ഇവരുടെ ഉള്ളിൽ വന്ന മനസ്ഥിതി. ഓ, അറിയാൻ സാധിച്ചതിൽ നന്ദി. ഈ തീവ്രവാദം മനസ്ഥിതി ആദ്യമേ മാറ്റിയില്ലെങ്കിൽ കേരളത്തിൽ വൻ പ്രശ്നമാണ് ഉണ്ടാകുക. അത് സ്വന്തമായിട്ട് പറയുകയാണ്. അതുതന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം?
എല്ലാം ആൾക്കാരും പറയുന്നത്. തീവ്രവാദം, മതം, തീവ്രവാദികളുമുണ്ട്. പൊക്കി നോക്കി വെച്ച് അറിയാമോ? കാശ്മീർ, ആ രാജ്യം കാശ്മീർ എന്ന് പറഞ്ഞ മനോഹരമായ രാജ്യം, അതായത് ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും സുന്ദരമായ സ്ഥലം നശിപ്പിച്ചു കുട്ടിച്ചോറാക്കി. അത് ഇവിടെ കേരളത്തിൽ ഉണ്ടാക്കാനാണ് ഇവളെപ്പോലുള്ള തീവ്രവാദി പെണ്ണുങ്ങൾ ശ്രമിക്കുന്നത്. അതാണ് സത്യം. നിങ്ങൾക്ക് സത്യം അറിയലേ എങ്കിൽ നിങ്ങൾ സ്റ്റേഷനിൽ പോയി പറയും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും തെളിവോടുകൂടി നിങ്ങളൊന്ന് അവതരിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ അവളെ തൂക്കിക്കൊല്ലേ അങ്ങനെ എന്തെങ്കിലും ചെയ്യട്ടെ. ശരിക്കും ഈ നാറിയോട് എനിക്ക് പറയാനുള്ളത്, ശരിക്കും തീവ്രവാദം വളർത്തുന്നത് താനാണ്. തൻ്റെ ഉള്ളിലാണ് പന്നിത്തീട്ടമുള്ളത്. താനാണ് വൃത്തികെട്ട ആ മൃഗം. നീ പറയുന്ന ആ മൃഗം നീയാണ്. നിനക്ക് ആ മൃഗത്തിൻ്റെ അത്ര പോലും, നിന്നെ ആ ഒരു മൃഗത്തിനെ പോലും ഉപമിക്കാൻ പറ്റില്ല. അത്രക്ക് നാറി ചെറ്റയാണ് നീ. ഒരു സമൂഹത്തിനെ നശിപ്പിക്കാനാണെന്ന് നോക്കുന്നത്. നീ ഒരു ക്രിമിനലാണ്. നീ ഷിംജിത്തിനെക്കാട്ടിലും വലിയൊരു ക്രിമിനലാണ്. നീയൊക്കെ ഈ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ ഈ രാജ്യത്തെ തന്നെ നീ കുട്ടിച്ചോറാക്കും. ഒരു മനുഷ്യന്മാരെ തമ്മിൽ അടുപ്പിച്ച് ഭിന്നിപ്പിച്ച് അവരുടെ മനസ്സിലേക്ക് തീവ്രവാദത്തിൻ്റെ വിഷം കുത്തി നിറക്കുന്ന നിന്നെ ഈ രാജ്യത്ത് തന്നെ ഉന്മൂലനം ചെയ്യണം. അതാണ് കൂടുതലായിട്ട് വേണ്ടത്. ഷിംജിത എന്ന സ്ത്രീ ഒരിക്കൽ പോലും ദീപകിനെ മുന്നറിയുന്ന ഒരാളല്ല. ദീപകിനെ ടാർഗറ്റ് ചെയ്ത് ഇവനെ നശിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി വന്ന ആളല്ല. മാത്രമല്ല ദീപകിൻ്റെ നെറ്റിയിലോ പുറത്തൊന്നും ഹിന്ദു അല്ലെങ്കിൽ ദീപക് എന്ന പേരൊന്നും എഴുതി വെച്ചിട്ടില്ല. ഷിംജിതയാണെങ്കിൽ ഒരു അവസരം കാത്തു നിൽക്കുകയാണ്. തനിക്കൊന്ന് പോപ്പുലർ ആവണം, റീച്ച് ആവണം, അപ്പം തന്നെ എല്ലാവരും ഒന്ന് അറിയണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ ആണ് അവൾക്ക് അവിടെ ഒരു സാഹചര്യം ഒത്തു വന്നത്. അതിൻ്റെ വരായികകളൊന്നും ഓർക്കാതെ, ഒരു നിരപരാധിയാണോ എന്ന് പോലും മാനുഷികമായി ചിന്തിക്കാതെ അവൾ ആ ഒരു വീഡിയോ എടുക്കുകയും അത് അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. അവൾക്ക് ആ സമയത്ത് ഒരിക്കൽ പോലും അറിയില്ല ദീപക് ആത്മഹത്യ ചെയ്യുമെന്നുള്ളത്, മരിക്കുമെന്നുള്ളത് അവൾ ഒരു സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. അവൾക്ക് അഭിമാനവും ഒക്കെ ഉള്ള ഒരു സ്ത്രീ തന്നെയാണ്. അവൾക്ക് ഈ നാണക്കേടും ഒക്കെ ഉണ്ട്. അപ്പം ഇങ്ങനൊരു സംഭവം നടക്കുക. അവൾ വൈറലാവണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ അതിബഹുലമായിട്ട് തന്നെ വൈറലായി. പക്ഷെ അത് മുഖമുയർത്തി നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള വൈറലായിരുന്നു. അത് അവളെ സഹിക്കാൻ പറ്റില്ല. അതാണ് അവൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ. എന്നെപ്പോലെയുള്ളവർ ഒരുപാട് പേർ അവൾക്ക് എഗെയിൻസ്റ്റായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവളുടെ ചിന്ത ശരിയല്ല, അവൾ ചെയ്തത് തെറ്റാണ് എന്ന് നമ്മളെല്ലാവരും പറഞ്ഞതാണ്. അത് മതമോ ജാതിയോ ജെൻഡറോ ഒന്നും നോക്കിയിട്ടല്ല. ദീപകിന് നീതി കിട്ടണം. ഇനി ഒരു ദീപക്കും ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ഇനി ഇങ്ങനെ ഒരു പുരുഷനും ഇങ്ങനെ വേദനിക്കാൻ പാടില്ല. നമ്മുടെ സഹോദരനാണ് എന്ന് കണക്കാക്കി തന്നെയാണ് ഞാനടക്കമുള്ളവർ വീഡിയോ ഇട്ടത്. പിന്നെ അത് എന്ന് വെച്ചിട്ട് ഷിംജിത വലിയൊരു കുറ്റവാളി എന്ന തരത്തിൽ നമ്മൾ മുദ്ര കുത്തുന്നില്ല. അവൾക്ക് പറ്റിയ തെറ്റ് ഇനി ഒരു ഷിംജിതമാരും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അത് മനസ്സിലാക്കി കൊടുക്കത്തക്ക ശിക്ഷ അവൾക്ക് കിട്ടണമെന്ന് മാത്രമാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുള്ളത്. ഇനി നമുക്ക് മറ്റ് പല കാര്യങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ, എന്ത് കാര്യവും വരുമ്പോൾ മതത്തെ വലിച്ചേക്കരുത്. മതത്തെ വലിച്ചേക്കുന്നത് വലിയ മോശം തന്നെയാണ്, വലിയൊരു കുറ്റകൃത്യം തന്നെയാണ്. നിങ്ങളുടെ മനസ്സാദ്യം ശരിയാക്കുക. മോശമായിട്ടുള്ള പ്രവൃത്തി നടന്നാൽ, അതാണായാലും പെണ്ണായാലും, അത് വീഡിയോ എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അത് സ്റ്റേഷനിൽ പോയി പരാതി നൽകുക. അതിൽ തെറ്റുണ്ടോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം, അതിൻ്റെ ശരിയും തെറ്റും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പോലീസ് അതിനൊരു തീരുമാനത്തിലെടുക്കുക. അത് കേസാക്കണോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കുക. അല്ലാതെ ഇതേപോലെ ഒരു സ്ത്രീയും ഒരു പുരുഷനും ഇത്തരം കാര്യങ്ങളായി, ഇല്ലാത്ത കാര്യങ്ങളായി, ഇപ്പം സ്ത്രീകളെ ഒരു കൂട്ടം ആൾക്കാർ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സ്ത്രീകളില്ലാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളത്. അത് അങ്ങനെയല്ല. ഇനി ഏത് മനുഷ്യന്മാരെ കാര്യം എടുത്തു നോക്കിയാലും ചില സ്വാർത്ഥ കാര്യത്തിന് വേണ്ടിയിട്ട്, അവരുടെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയായിരിക്കണമെന്നില്ല. അത് ആണായാലും പെണ്ണായാലും അങ്ങനെ തന്നെയാണ്.